ഹായ്, ഇത് നിങ്ങളുടെ ബൈജു ആണ്. ഗോ ചാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനിൽ എങ്ങനെ ഉപയോഗിക്കും നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആൻഡ്രോയിഡാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ആപ്പ് സ്റ്റോറിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിലുണ്ടാവും, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലുണ്ടാവും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഗോ ചാർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുക. ഗോ ചാർട്ട് ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ട്. ഗോ ചാർട്ട് സെർച്ച് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. സോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും നമുക്കിങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചാർട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ചാർട്ടായിരിക്കും കിട്ടുക. സോ നമ്മൾ അതിനുള്ളിൽ തന്നെ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ ഒരു ചാർട്ട്സ് എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇടത് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ബോട്ടത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരു ചാർട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചാർട്ടും ഉണ്ടാവും, ചാർട്ട്സും ഉണ്ടാവും. അത് ചാർട്ട് ക്ലിക്ക് ചെയ്യുക. ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പല ടെക്നിക്കൽ ചാർട്ട്സും നമുക്കിവിടെ ഗോ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ക്ലസ്റ്റർ ചാർട്ട്, അത് നമുക്ക് ഓർഡർ ഫ്ലോ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ ചാർട്ട് ഇവിടെ കൊടുക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ക്ലസ്റ്ററാണ്. മറ്റു ചിലരുടെ ഇംബാലൻസ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ക്ലസ്റ്റർ ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ക്ലസ്റ്റർ ചാർട്ട് ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്ക് ചാർട്ട് ഇവിടെ വരും. ഞാൻ ഓൾറെഡി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഹൈഡ് ചെയ്താണ്, ഞാൻ അൺഹൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ക്ലസ്റ്റർ ചാർട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടും. ഓക്കെ, ഈ ക്ലസ്റ്റർ ചാർട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ ചാർട്ടിൻ്റെ അകത്ത് നമ്മൾ ഈ ടൈമിൻ്റെ ഭാഗത്ത് ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള ഓർഡേഴ്സിനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സിനൊക്കെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു ഓർഡർ ഫ്ലോ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെർട്ടിക്കൽ ഇതിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആകെപ്പാടെ കാണാൻ പറ്റുന്ന 3-4 ക്യാൻഡിൽസ്റ്റിക്കേ കാണാൻ പറ്റും. അപ്പോൾ ആ സമയം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വലതേ സൈഡിൽ റൊട്ടേഷൻ ചെയ്യാനുള്ള ഇതുണ്ട്, ബട്ടണുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റൊട്ടേഷൻ ചെയ്ത് കിട്ടും നമുക്ക്. അപ്പോൾ റൊട്ടേഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും മാറ്റി വയ്ക്കാം. റൊട്ടേഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് സൂം ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ടൈമിൻ്റെ ഈ ഭാഗം ഒന്ന് നോക്കുക. അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ പറയുക, ഓർഡർ ഫ്ലോ നമ്മൾ നേരത്തെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡർ ഫ്ലോ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സെറ്റപ്സിൽ ഓൾറെഡി ഞാൻ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കസ്റ്റം ചെയ്യുന്നുള്ളത് എൻ്റെ പ്രീവിയസ് വീഡിയോസ് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കും. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ അങ്ങനെ നമ്മുടെ രീതിയിൽ കസ്റ്റം ചെയ്ത് നമുക്ക് ഓർഡർ ഫ്ലോ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർഡർ ഫ്ലോയിൽ ബിഡ് ആസ്ക് എന്ന് പറഞ്ഞ ഓർഡർ ഫ്ലോ സെറ്റിങ്സ് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി ഡെൽറ്റ, അതേപോലെ കമ്മ്യൂണിറ്റി ഡെൽറ്റ, മിൻ ഡെൽറ്റ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റഡിയിലാണ് പോകേണ്ടത്. സ്റ്റഡിയിൽ പോവുക. ഇവിടെ ബാർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുക. ബാർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്ററോ മറ്റോ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണിനെ കാട്ടിയും ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെർട്ടിക്കലായിട്ട് മാറ്റി നമ്മൾ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലായിട്ട് കിട്ടും. അപ്പോൾ എന്നിട്ട് ഇതിനുള്ളിൽ സ്റ്റഡി എടുക്കുക. ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് കിട്ടും നമുക്ക്. ഓക്കെ, ഇവിടെ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വോളിയം ഡെൽറ്റ, ഞാൻ വോളിയം ഡെൽറ്റയും കാര്യങ്ങളും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ വോളിയം ഡെൽറ്റയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഹൊറിസോണ്ടലിലേക്ക് പോകുക. ചാർട്ട് നല്ല രീതിയിൽ കാണാനായിട്ട് ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം സ്റ്റഡീസ് അല്ലെങ്കിൽ ഡ്രോ ചെയ്യാനുള്ളത് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനൊന്ന് വെർട്ടിക്കലായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സീ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഞാനൊന്ന് സൂം ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് താഴത്തോട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെൽറ്റയും കാര്യങ്ങളും ചാർട്ടും പൊസിഷൻസും അതേപോലെ നമ്മുടെ സപ്ലൈ ഡിമാൻഡ്സിലൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മൊബൈൽ മാത്രം ഉപയോഗിച്ചു. ഇപ്പോൾ ലൈൻസൊക്കെ വരച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഒരു ലൈൻസ് വരയ്ക്കണം. അത് എനിക്കൊരു ഒരു PUC ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വാല്യൂ ഏരിയ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഉണ്ട്, എവിടെയാണ് വരയ്ക്കേണ്ടത്. സോ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കൊടുക്കുക. ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് നീക്കി ആദ്യമേ കൂട്ടി നമുക്ക് പ്രിപ്പയർ ചെയ്ത്
ഇരിക്കാനായിട്ട് ശ്രമിക്കും. നമുക്ക് വെബിൽ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്ലിക്കേഷനിലേക്ക് നമ്മളത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ടൈമിലായാലും ശരി, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലോ ലാപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഈ ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇതെങ്ങനെ, എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഓർഡർ ഫ്ലോ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, ഇപ്പോൾ ഇന്ന് ഓർഡർ എത്രത്തോളം വന്നിട്ടുണ്ട്, ഡെൽറ്റ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ടോ, അഗ്രസീവ് ഓർഡേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഓർഡർ ഫ്ലോയുടെ കേസാണ്. അതുപോലെ സാധാരണ ഓർഡർ ഫ്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് 30 മിനിറ്റ്സ് അല്ല, ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് 5 മിനിറ്റ്സ് ടൈമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഓർഡർ ഫ്ലോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻഡെക്സിൻ്റെ ഓർഡർ ഫ്ലോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചാർട്ട് സെലക്ട് ചെയ്യേണ്ടത്, ചാർട്ട് അല്ലെങ്കിൽ സിമ്പിൾ സെലക്ട് ചെയ്യേണ്ടത് ഫ്യൂച്ചർ ആയിരിക്കണം. ഇൻഡെക്സിൻ്റെ സ്പോട്ടിൻ്റെ അത് ട്രേഡ് നടക്കുന്നില്ല, ഫ്യൂച്ചറിൽ മാത്രമേ ട്രേഡ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഫ്യൂച്ചർ ചാർട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ ആണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ, അതേപോലെ തന്നെ ഫിൻ നിഫ്റ്റി ഫ്യൂച്ചർ, മിഡ് ക്യാപ് ഫ്യൂച്ചേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, ഫൈൻ. ഇനി ഇതിൻ്റെ തന്നെ ടെംപ്ലേറ്റ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഓക്കെ, ഓരോ നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ ടെംപ്ലേറ്റ് ഇവിടെ സേവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഏതെങ്കിലും സേവേഴ്സ് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ്. നമ്മൾ ഗോ ചാർട്ടിനെ ഏതെങ്കിലും ഒരു ബ്രോക്കർ ഉണ്ട്, കുറച്ച് ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സ് ഉള്ളിലുണ്ട്, ഏഞ്ചലുണ്ട്, അപ്സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കൊള്ളാമെന്നുള്ള കുറേ ഒത്തിരി ബ്രോക്കേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ട്, ഇന്റർനാഷണൽ ബ്രോക്കേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ക്രിപ്റ്റോ, ഫോറക്സ്, ഇവിടെയൊക്കെ ബ്രോക്കേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ API കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്കിനി ഇവിടെ അനാലിസിസ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഇരിക്കുന്ന ബ്രോക്കറിൻ്റെ ആപ്ലിക്കേഷനിൽ പോയിട്ട് പിന്നെ അവിടെ ട്രേഡ് എടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഈ ഒരു ട്രേഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഓൺ ക്ലിക്ക് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ബൈയും സെല്ലും ഒക്കെ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ അതേപോലെ തന്നെ പാനൽ, അതായത് SLM കോ ഓർഡേഴ്സൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ പാനൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ലെഡ്ജർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി പൊസിഷൻസ്, ട്രേഡ്സ്, കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ബാലൻസ് എത്രയുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അനാലിസിസ് നടക്കും, കൺഫർമേഷൻ നടക്കും, എക്സിക്യൂഷനും ഇവിടെ തന്നെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതാ ഈ ഒരു ഗോ ചാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ഒരു പ്രത്യേകതയാണത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, ക്ലസ്റ്റർ അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ ചാർട്ട് ഓപ്പൺ ചെയ്യാൻ പഠിച്ചു. അതേപോലെ നമുക്ക് അടുത്തിനി മാർക്കറ്റ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യണം നോക്കാം. ഇനി അതൊന്ന് ഹൈഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, മാർക്കറ്റ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഇവനെ റൊട്ടേറ്റ് ചെയ്തിട്ട്, കാരണം എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവനെ ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ. ബാർ സ്റ്റാറ്റിസ്റ്റിക്കിൽ നിന്ന് താഴോട്ട് മാറ്റുക. ഓക്കെ, മാറ്റി വെച്ചു. ഓക്കെ, ഇപ്പോൾ നമുക്കിനി ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞായിരുന്നേ, നമുക്ക് ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലാണ്. മാർക്കറ്റ് പ്രൊഫൈൽ വേറൊന്നുമല്ല, നേരത്തെ നമ്മൾ ചാർട്ടിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ, ചാർട്ട്സിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ മേളിലുള്ള സ്റ്റഡി ക്ലിക്ക് ചെയ്യുക. സ്റ്റഡിക്കുള്ളിൽ ഇവിടെ സെർച്ച് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ടൊന്ന് സെർച്ച് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ എന്ന് പറയുമ്പോൾ ക്യാഷ് ഫ്ലോ അങ്ങനെ ഇങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് വരും. നമ്മളായിട്ട് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് മാർക്കറ്റ് പ്രൊഫൈലിലേക്ക് പോവുക. എൻ്റെ ഒരു കാര്യത്തിലോട്ട് പറഞ്ഞു കേട്ടോ, ഇവിടെ മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈം 30 മിനിറ്റ്സിലേക്ക് മാറ്റുക. ഓക്കെ, 30 മിനിറ്റ്സിലേക്ക് മാറ്റുക. അതായത് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും, ശരിക്കുള്ള മാർക്കറ്റ് പ്രൊഫൈൽ കാണാൻ പറ്റും. മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വോളിയൂംസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, വോളിയൂംസ് നമ്മൾ താഴെ നമ്മുടെ ബാർ ഉണ്ടല്ലോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പീരീഡ്സിൽ വരുന്ന ബാർസും കാര്യങ്ങൾ, വോളിയം എത്രയുണ്ട്, വോളിയം ഡ്രോപ്പ് ആവുന്നുണ്ടോ, എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈൻസ്, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ ഏരിയാസ്, മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ അകത്ത് വരുന്ന സ്ട്രാറ്റജീസ്, കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൊബൈലിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കാണാൻ പറ്റും. ഇവിടുന്ന് ഈ ഒരു ചാർട്ടിൽ നിന്ന് പോലും നമുക്ക് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വലിയൊരു അഡ്വാൻസ് ആയിട്ട് കാര്യമാണ്. ഇവിടെ തന്നെ നമുക്ക് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. നമുക്ക് അതിനെ പറ്റി കൂടുതൽ ഞാൻ കോൾസിൽ പറഞ്ഞു തരാം, കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് സാധാരണ പറഞ്ഞ പോലെ തന്നെ ചാർട്ട് ഉപയോഗിക്കുന്ന ടൈമിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒന്ന് ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കുക, കുറച്ച് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഒത്തിരി ചാർട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ
ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസ് വരും. ഇവിടെ ഇപ്പോൾ ഞാൻ ഓട്ടോ TPS സെക്ഷൻസ് മാറ്റിയിട്ട് സെക്ഷൻസ് മാറ്റിയിട്ട് ഞാൻ ഓട്ടോ കിടക്കുന്നത് ഡെയിലി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കളേഴ്സ് ചേഞ്ച് ചെയ്യണം, മറ്റെന്തെങ്കിലും സെറ്റിങ്സ് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സാധിക്കും. ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ ഡെയിലി സെക്ഷൻസാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇനി മാർക്കറ്റ് പ്രൊഫൈൽ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതായത് താഴെ ഇരിപ്പുണ്ട്, അത് ഹൈഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? ഓൾ ഇൻ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യണം. അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോഴും നമ്മൾ എങ്ങനെ കൊണ്ടുവരിക? ഹൊറിസോണ്ടലിൽ കൊണ്ടുവരിക. കുറച്ച് ഉപയോഗിക്കാൻ ഈസിയാണ്. അവിടെയും മാർക്കറ്റ് പ്രൊഫൈൽ എടുത്ത പോലെ തന്നെ സ്റ്റഡിയിൽ പോവുക. വെബിലെയും ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നതിനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. വെബിലാണെങ്കിൽ ഇവിടെ എന്താണ്, ഇതേപോലെ സ്റ്റഡി പോയിട്ട് അവിടെ ഓർഡർ ഫ്ലോയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. വെബിൽ പോയിട്ട് സ്റ്റഡിയിൽ പോയ ശേഷം നമ്മൾ ഇവിടുന്ന് തപ്പിയെടുക്കുക. അത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അങ്ങനെ ആയിരിക്കും കേട്ടോ. കാരണം അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്ഷൻസും വരും. ഒത്തിരി ചാർട്ട്സും ടെക്നിക്സ് ഒക്കെ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് അതിനെക്കാട്ട് നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഓൾ ഇൻ പ്രൊഫൈൽ വരുന്നുണ്ട്. ഓൾ ഇൻ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇൻ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സെക്ഷൻസ് കാണുമെങ്കിൽ, അത് ഡെയിലി വീക്ക്ലി ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ മാർക്കറ്റ് പ്രൊഫൈൽ കണ്ട പോലെ തന്നെ ഒരു മെനു നമുക്ക് ഓപ്പൺ ആയി വരും. ഇവിടെ ഷോ സെഷൻ എനേബിൾ ചെയ്യുക. സെഷൻ ഡെയിലി ആക്കുക. വീക്ക്ലിയോ ഡെയിലിയോ മന്ത്ലിയോ ഏതാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഡെയിലി സെലക്ട് ചെയ്യണം. ഡെയിലി ഉള്ള പ്രൊഫൈൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ലൈക്ക് ദിസ്. സിമ്പിളാണ്. ഇവിടെ തന്നെ അനാലിസിസ് ചെയ്യാം, ഇവിടെ തന്നെ ട്രേഡ് എടുക്കാം, അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ കൺഫർമേഷൻസ് ഇവിടെ തന്നെ എടുക്കാം. ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡ്രോ ചെയ്തിരുന്നോ ഡ്രോയിങ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഡ്രോ ചെയ്യുന്നിടത്ത് തന്നെയായിരിക്കും നമ്മുടെ ഇപ്പോൾ വെബിൽ കാണുന്ന പോലെയല്ല മെഷർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഈ ഡ്രോ എന്ന് പറയുന്നതിനുള്ളിൽ തന്നെയായിരിക്കും നമുക്ക് കാണാൻ. ഫിബൊനാച്ചി ആണെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസിന് മെഷർമെൻറ്റ്സ് ആയാലും റെക്ടാങ്കിൾസ് വരയ്ക്കുന്നതായാലും എല്ലാം ഈ ഡ്രോയിനുള്ളിൽ തന്നെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇതേപോലെ ട്രേഡ്സ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ബ്രോക്കേഴ്സ്, ഇത്രയും ബ്രോക്കേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ 5 years ഉണ്ട്, 5 paisa ഉണ്ട്, സെറോദയുണ്ട്, ഫിൻഫീസ ഉണ്ട്, ഫിൻവാസി ഉണ്ട്, ഓക്കെ, ദെന്നുണ്ട്, കൊഡാക് നിയോ ഉണ്ട്, ഏഞ്ചലുണ്ട്. ഏഞ്ചൽ AP കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏഞ്ചലാണ് കേട്ടോ. ഓക്കെ, ഏഞ്ചൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഇത്രയും ബ്രോക്കേഴ്സുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. അത് US ബേസ്ഡ് ഉണ്ട്, ക്രിപ്റ്റോ ഫോറക്സ് ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ ഗോചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ഗോചാർട്ടിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാക്സ് അക്കാഡമി 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതൊരു അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ സ്റ്റോക്ക് മാക്സ് അക്കാഡമി 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ റീചാർജിൽ 20% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.